ഇന്ന് ഒക്ടോബർ 29 ഇന്ന് OTT റിലീസായ നിരവധി സിനിമകളുടെ ഇതുൾപ്പെടെ 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. ആദിത്യദാസ് ആസിഫ് അലിയുടെ മിറാഷ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജിത്തു ജോസഫിന്റെ ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ മിറാഷ് എന്ന സിനിമ അങ്ങനെ ഇന്ന് സോണി ലിവിൽ OTT റിലീസ് ആയിരിക്കുകയാണ്. 2 മണിക്കൂർ 30 മിനിറ്റാണ് സിനിമയുടെ OTT ഡ്യൂറേഷൻ. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി ഉൾപ്പെടെയുള്ള 7 ഇന്ത്യൻ ഭാഷകളിൽ സിനിമ OTT ലഭ്യമാണ്. രണ്ടാമത്തേത് സ്റ്റേഷൻ 5 എന്ന മറ്റൊരു മലയാളം സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ദ്രൻസ് സിനിമ വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ റിലീസ് ആയിരിക്കുന്നു. മൂന്നാമത്തേത് ഒരാഴ്ച മുന്നേ കുരുക്ഷേത്ര എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസ് റിലീസ് ആയിരുന്നല്ലോ. ഈ സീരീസിന്റെ പുതിയ എപ്പിസോഡുകൾ ഈ വരുന്ന ഒക്ടോബർ 24 നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാകും എന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അടുത്ത 3 അപ്ഡേറ്റുകളും തമിഴിൽ നിന്നും OTT റിലീസായ സിനിമകളെ കുറിച്ചാണ്. അതിലൊന്ന് നെരുവേ എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിൽ സിനിമ റിലീസ് ആയിരിക്കുന്നു. തമിഴിൽ നിന്നുള്ള മറ്റൊരു സിനിമയാണ് എൻ കാതലെ. സിനിമ ഇപ്പോഴത്തെ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. വേറൊരു സിനിമ മായ പുതകം എന്ന സിനിമയാണ്. ചിത്രം സിംപ്ലി സൗത്തിൽ OTT റിലീസ് ആയിരിക്കുകയാണ്. ഈ 3 തമിഴ് സിനിമകളും തമിഴ് ഭാഷയിൽ മാത്രമാണ് റിലീസ് ആയിരിക്കുന്നത്. വീഡിയോയിലെ 7ാമത്തെ അപ്ഡേറ്റ് HBO മാക്സിന്റെ ഒരു സീരീസ് അപ്ഡേറ്റ് ആണ്. ഇറ്റിന്റെ പ്രീക്വൽ സീരീസ് ആയ ഇറ്റ് വെൽക്കം ടു ഡെറി എന്ന സീരീസ് ഈ വരുന്ന ഒക്ടോബർ 26 HBOയിൽ OTT റിലീസ് ആകുന്നതാണ്. ബൾട്ടിയുടെ OTT അപ്ഡേറ്റ് ഒരുപാട് പ്രേക്ഷകർ കഴിഞ്ഞ ആഴ്ചകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഷെയ്നിക്കും സിനിമയുടെ OTT അവകാശങ്ങൾ ഇനി വിറ്റഴിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ആമസോൺ പ്രൈം അതല്ലെങ്കിൽ C5 സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കുമെന്നും ഈ ഒക്ടോബർ മാസം അവസാനത്തോടെ അതല്ലെങ്കിൽ നവംബറിന്റെ തുടക്കത്തിൽ സിനിമ OTT റിലീസ് ആകുമെന്നും പ്രതീക്ഷിക്കുന്നു. തമിഴ്, മലയാളം ഭാഷകളിൽ സിനിമ ലഭ്യമാകും. കാത്തിരിക്കൂ അപ്ഡേറ്റുകൾക്ക്.